പ്രിയമുള്ളവരെ, ദനഹയിലേക്ക് സ്വാഗതം. ഓരോ വർഷവും ക്രിസ്മസ് അടുത്തു വരുമ്പോൾ നാം ചിന്തിക്കാറുണ്ട് ആ വർഷത്തെ പുൽക്കൂട് എങ്ങനെ ഭംഗിയായി ഉണ്ടാക്കാമെന്ന്. എന്നാൽ ഈ പുൽക്കൂട് ഉണ്ടാക്കുന്ന പാരമ്പര്യത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാനാണ് ആദ്യത്തെ പുൽക്കൂട് ഉണ്ടാക്കിയത്. ഫ്രാൻസിസ് പുണ്യവാൻ വിശുദ്ധനാട് സന്ദർശിച്ച് ഈശോയുടെ ജന്മസ്ഥലമൊക്കെ നേരിട്ട് കണ്ടപ്പോഴാണ് ഒരു പുൽക്കൂട് ഉണ്ടാക്കി ക്രിസ്തുമസ് ആഘോഷിക്കണം എന്ന പ്രചോദനം കിട്ടിയത്. 1223 ക്രിസ്തുമസിനാണ് ഇറ്റലിയിലെ ഗ്രച്ചിയോ എന്ന ഗ്രാമത്തിൽ, അതൊരു മലമ്പ്രദേശമാണ്, ഒരു ഗുഹയിൽ ആദ്യത്തെ പുൽക്കൂട് ഉണ്ടാക്കിയത്. ഗ്രച്ചിയോയിലെ ഗ്രാമവാസികളും ഫ്രാൻസിസ് പുണ്യവാനും ചേർന്ന് പുൽക്കൂട് ഉണ്ടാക്കിയപ്പോൾ ജീവനുള്ള മൃഗങ്ങളെയും ആ പുൽക്കൂട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് ഫ്രാൻസിസ്കൻ സഭയിൽ തുടർന്ന പുൽക്കൂടുണ്ടാക്കുന്ന പാരമ്പര്യം ലോകം എമ്പാടും വ്യാപിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളും പുൽക്കൂടുണ്ടാക്കുന്ന പാരമ്പര്യം തുടരുന്നു. പുൽക്കൂട്ടിലേക്ക് നാം നോക്കുമ്പോൾ മാതാവും ഉണ്ണീശോയും യേശുപിതാവിനോടുമൊപ്പം ഒരു കഴുതയും ഒരു കാളയും കൂടിയുണ്ട്. കാളയെയും കഴുതയെയും എന്തിനാണ് പുൽക്കൂട്ടിൽ നാം വെച്ചിരിക്കുന്നത്? ഈശോയുടെ ജനനത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ കാളയെക്കുറിച്ചും കഴുതയെക്കുറിച്ചും ഒരു പരാമർശവുമില്ല. എന്നാൽ ആട്ടിടയന്മാരെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. കാളയെക്കുറിച്ചും കഴുതയെക്കുറിച്ചും ബൈബിളിൽ ഒരിടത്ത് പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനന്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. ദൈവത്തെ തിരിച്ചറിഞ്ഞവരുടെ പ്രതീകങ്ങളാണ് കാളയും കഴുതയും ആയി നാം പുൽക്കൂട്ടിൽ കാണുന്നത്. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നന്ദി.